എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഇന്നലെ ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഒരു ചുരിദാർ മെറ്റീരിയൽ എടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ ഷോപ്പിൽ പോയി ചുരിദാറൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ചെറുതായിട്ട് അതിനൊരു സ്റ്റിച്ചിങ് ആവശ്യം വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടേതായിട്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള കോസ്റ്റിൽ ഇവിടെ സ്റ്റിച്ചിങ് 3rd ഫ്ലോറിലുണ്ട്, മാം ലിഫ്റ്റിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലിഫ്റ്റിൽ കയറുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. പലതരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകും അല്ലേ. അങ്ങനെ 3rd ഫ്ലോറിലെത്തി സ്റ്റിച്ചിങ്ങിന് കൊടുത്തു. 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ലിഫ്റ്റിൽ തന്നെ കയറി ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്തു. ഒരു ജസ്റ്റ് മൂവ് ചെയ്യുമ്പോഴേക്കും തന്നെ പവർ പോയി. ലിഫ്റ്റിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ മനസ്സ് പടപടാന്നിടിക്കാൻ തുടങ്ങി, ഹൃദയവും പടപടാന്നിടിച്ചു. ഒന്ന് ഭയന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ലിഫ്റ്റിൽ, ഡോണ്ട് പാനിക് 5 മിനിറ്റിനുള്ളിൽ തന്നെ വിൽ ബി ക്ലിയർ, 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ പവർ സപ്ലൈ വരും, നിങ്ങൾ പേടിക്കണ്ട എന്നുള്ളൊരു മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നെഞ്ചിന് ചെറിയ പടപടാ ഒരു ഭയമൊക്കെ ഉണ്ടായി. ഞാൻ ചേച്ചി എന്നൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ അതൊന്നും അതിനുള്ളിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ സൗണ്ടൊന്നും വരില്ല എന്ന് മനസ്സിലായി. പിന്നെ അതിൽ ക്ലിയർ ആയിട്ടും ഒരു എമർജൻസി നമ്പർ ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊരു ഗ്ലാസ് ലിഫ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലിഫ്റ്റിൽ കയറി നമ്മൾ ഒറ്റപ്പെടുമ്പോഴത്തേനും ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായ ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, അതിനപ്പം തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം, എന്തായാലും 5 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മളിങ്ങനെ ഭയം പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് ഞാൻ ആ നിമിഷം തന്നെ ചിന്തിക്കുകയും ഒരു 5 മിനിറ്റ് ഞാൻ കണ്ണടച്ച് നിൽക്കുകയാണ് ചെയ്തത്. ആ കണ്ണടച്ച് നിന്ന് 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും പവർ ക്ലിയർ ആയി. പക്ഷെ ഞാൻ വന്നോടത്ത് തന്നെ ആ ലിഫ്റ്റിൽ പോയി നിന്നു. അതായത് ഞാൻ വിചാരിച്ചത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയെന്ന് കരുതി ഇറങ്ങിയത് സെയിം 3rd ഫ്ലോർ തന്നെയാണ്. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു, ഇയാൾ ഇതുവരെ പോയില്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിങ്ങനെ ലെഫ്റ്റിൽ ഇങ്ങനെ പവർ സപ്ലൈ പോയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂസിൽ ഞാൻ കുടുങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഒറ്റയ്ക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞു. മോളൊന്ന് ഒരു കാര്യം ചെയ്തോ, താഴെ സ്റ്റെപ്സ് ഉണ്ട് അതിലൂടെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു വേണ്ട, ഞാൻ ലിഫ്റ്റിൽ തന്നെ പോയിക്കോളാം എന്ന്. കാരണം ആ ഭയം നമ്മളെ പിന്തുടർന്നെത്തിക്കഴിഞ്ഞാൽ ആ ഭയം എന്നിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്നുള്ളത് തീർത്തും 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭയം ഇല്ലാതെയാക്കാൻ വേണ്ടി തന്നെ അതേ സെയിം ലിഫ്റ്റിൽ കയറി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഫസ്റ്റിൽ ആ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോയി കുറേ ചിന്തകളെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ലിഫ്റ്റ് നിന്നാൽ, പവർ പോയാൽ, ഈ ലിഫ്റ്റിലൊരു കംപ്ലൈൻറ്റ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചില ചിന്തകൾ തന്നെയാണ് അനുഭവങ്ങളും സംഭവങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. ഈ ഭയം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഭയങ്ങളുണ്ടല്ലേ. പരീക്ഷയെ പേടി, അതുപോലെ തന്നെ നമ്മളൊരു പുതിയ സാഹചര്യമായിട്ട് ഇടപഴകാൻ പേടി, പുതിയൊരു ജോലി കിട്ടിയാൽ തന്നെ പേടി, മുന്നോട്ട് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പേടി, പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ ഈ ഭയമാണ് മനുഷ്യനെ വികസന പ്രവർത്തനത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് ആ ഒരു ഭയമുള്ളത് കൊണ്ടാണ് സമൂഹം എന്നൊരു കാഴ്ചപ്പാടിലിട്ട് മനുഷ്യൻ വന്നത്. അതുപോലെ തന്നെ മനുഷ്യന് ഏറ്റവും വലിയ രോഗങ്ങളെ ഭയമുള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ എന്ത് സംഭവിച്ചത് ചികിത്സ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. വാഹനങ്ങളാണെങ്കിലും ഒരു വീടാണെങ്കിലും എല്ലാം നമുക്ക് അടച്ചുറപ്പുള്ളൊരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് ഈ ഭയത്തിൽ നിന്നാണ്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യനെ വികസനത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ വളരെയേറെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളോടും അല്ലെങ്കിൽ ഓരോ വ്യക്തികളൊക്കെ ഉണ്ടാവുമ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഒന്നുകിൽ നിങ്ങൾ ഈ സാഹചര്യമായിട്ട് മുന്നോട്ട് പോവുക, ജീവിതം മുഴുവനും ഇതും പേറി നടക്കുക. 2, അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നിങ്ങൾക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തുക. കാരണം നിങ്ങളുടെ ഭയം നിങ്ങളുടെ ഉള്ളിലാണ്. അത് എന്ന് നിങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവോ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിലേക്ക് വിജയിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ആ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഭയം നമ്മളെ ആരും
പേടിച്ച് മൂടിക്കെട്ടി നിൽക്കേണ്ട ഒരു വസ്തുവല്ല. അതിൽ നിന്ന് മറികടക്കാൻ മനസ്സുകൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ആ ലെഫ്റ്റിൽ തന്നെ കുടുങ്ങി ഒരു ഭയം കൊണ്ട് അറ്റാക്ക് വന്ന് ഞാൻ അവിടെ മരിച്ചിരുന്നെങ്കിലോ, ആ ഭയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയം നമ്മളെ കൂടുതൽ കുടുക്കാൻ ശ്രമിക്കാതെ ആ ഭയത്തിൽ നിന്ന് പിന്നോട്ട് മാറാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അതുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നെ മനസ്സിനെ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് നമ്മൾ മാറ്റാതിരിക്കുക. അനാവശ്യമായ ചിന്തകൾ പലപ്പോഴും നമ്മളെ എത്തിക്കുന്നത് ഇതേപോലുള്ള ചില സിറ്റുവേഷൻസിൽ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്, അല്ലേ? അപ്പോൾ ഭയം എന്ന് പറയുന്ന വസ്തുവെ പൂർണ്ണമായും നമ്മൾ അകറ്റുക. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഭയങ്ങളൊക്കെ ഏതൊരു മനുഷ്യനും, എല്ലാവരും ഭയങ്ങളിലൂടെ കടന്നു പോകുന്നവരാ, പലതരത്തിലുള്ള ഭയങ്ങൾ. പക്ഷെ അതൊന്നും ഭയം ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കാൻ സമ്മതിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലേക്കുള്ള യാത്ര സുഗമമായി വരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആ ഭയത്തെ നമ്മൾ പൂർണ്ണമായും അകറ്റാൻ നമ്മളെ സ്വയം വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത്. താങ്ക് യു.